ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് നമ്മൾ കൂടുതൽ ന്യൂസൊന്നും നമുക്ക് അറിയാൻ പറ്റിയില്ല. എന്നാലും ഞാൻ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു ചെയ്തപ്പോൾ ഓരോ കാര്യങ്ങൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് ഈ ലോകം? എന്താ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബിഗ് ബോസിലെ പ്രമുഖ സീരിയൽ ആർട്ടിസ്റ്റിനെ കുറിച്ച് ഒരു പുതിയൊരു എന്താ പറയുക ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. കാരണം ഒരു ഡയറക്ടറായിട്ട് പുള്ളിക്കാരിക്കുണ്ടായിരുന്ന ഒരു അവിഹിതം എന്ന് പറയാം. അതിനെക്കുറിച്ച് ആ പുള്ളിക്കാരൻ്റെ വൈഫ് തന്നെ വന്നിരുന്ന ഇൻ്റർവ്യൂ പറയുകയും അവർ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തോടെ സംസാരിക്കുകയൊക്കെ നമ്മൾ ചെയ്തു. കാരണം ആ നടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാനോ ഇല്ല, ഡയറക്ടർ പേരോ പറയാനോ ഒന്നും ഞാൻ ആളല്ല. കാരണം അത് ശരിയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ആരാണെന്ന്. എനിവേ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ പറയുക, ഒരു അവിഹിത പരമ്പരയായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകം. ആരെ നമ്മളെങ്ങനെ വിശ്വസിക്കണം, ആർക്കൊപ്പം നമ്മൾ നിൽക്കണം എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു രീതിയിലാണ് അവിഹിതങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ ആ പുള്ളിക്ക് കല്യാണം കഴിച്ച് 2 മക്കളുമുണ്ട്. വൈഫുമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സീരിയൽ അഭിനയിക്കാൻ പോകുന്നവർക്ക് സീരിയൽ അഭിനയിച്ചത് പോരെ? എന്തിനാണ് ഈ ഡയറക്ടർമാരുടെ പുറകിന് പോകുന്നത്? ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഇവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഇവർക്ക് പോയി മാന്യമായിട്ട്, ഈ സ്ത്രീ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, അവർ കല്യാണം കഴിക്കാം, എല്ലാം ചെയ്യാം. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു വളിച്ച കാര്യത്തിലേക്ക് ചെന്ന് എടുത്ത് ചാടുന്നതെന്നാണ് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്ത. ഈ സ്ത്രീകൾക്ക് എന്താ അടക്കോ ഒതുക്കോട്ട് ജീവിക്കാൻ അറിയില്ലേ? കാരണം അത്രയും വിഷമത്തോടെ അവരുടെ കുടുംബം തകർത്തു. ഈ സീരിയൽ നടിയാണെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്. 2 കുട്ടികളുണ്ട്. ഒരു ഹസ്ബൻഡ് എന്തോ അറ്റാക്ക് എന്തോ മരിച്ചതാണ്. ഇവരുടെ കുടുംബജീവൻ തകർത്ത് തന്നെ ആ നടി എന്നുള്ള രീതിയിലാണ് ആ പുള്ളിക്കാരി പറയുന്നത്. എനിവേ എന്തിരുന്നാലും പറയാണ്, ഈ കേരളത്തിൽ ഈ കല്യാണം കഴിച്ച ആണുങ്ങളെ മാത്രമേ ഈ സ്ത്രീകൾക്ക് ഇങ്ങനത്തുള്ള ലൈഫിന് കിട്ടുകയുള്ളൂ. കല്യാണം കഴിക്കാതെ എത്രയോ ആണുങ്ങളെ ഉണ്ട്. കാരണം ഇവർ കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം കാണാൻ നല്ല ഐശ്വര്യമൊക്കെ ഉള്ള നല്ലൊരു സ്ത്രീയാണ്. അത്യാവശ്യം പൈസയൊക്കെ ഉള്ള വീട്ടിലൊക്കെ തന്നെയാണ്. ഒരു മകളാന്ന് തോന്നുന്നു. കാരണം പക്ഷേ എന്തിനാലും എനിക്ക് ഇവരെക്കുറിച്ചൊരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സീരിയസ്ലി പറയാം. പക്ഷേ ആ മതിപ്പാണ് ഈ ഒറ്റയടിക്ക് ഈ വ്യക്തിയെക്കുറിച്ച് പോയത്. ഈ വ്യക്തിക്കും അവിഹിതമോ എന്ന് ആലോചിച്ചപ്പം, കാരണം ആ പുള്ളിക്കാരി എന്താ പറയുക സീരിയൽ നടക്കുന്ന പുള്ളി ചെയ്ത സീരിയലിൽ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അങ്ങനെ സീരിയൽ സെറ്റ് ചെന്ന് വൈഫ് പ്രശ്നം ഉണ്ടാക്കേണ്ട പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അവർ കരഞ്ഞു പിഴിഞ്ഞാണ് പറയുന്നത്. എനിവേ ഞാൻ ഈ സീരിയൽ ഡയറക്ടറോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളായിട്ട് അവിഹിതം വെക്കാതെ സീരിയൽ ചെയ്യാൻ അറിയില്ലേ? കാരണം മിക്ക സീരിയലിൽ നമ്മൾ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ സീരിയൽ ആർട്ടിസ്റ്റ്, ഇതിനു മുമ്പ് ഒരു സീരിയൽ ആർട്ടിസ്റ്റ് മരിച്ച സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, അവർക്കും ഇതിനൊക്കെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരുമിച്ചൊരു ഫ്ലാറ്റിൽ താമസിച്ച സമയത്താണ് ആ സ്ത്രീ കയറി തൂങ്ങി മരിക്കും. ഒരു പ്രമുഖ നടി തന്നെയാണ്, നല്ല പേരൊന്നും പറയത്തില്ല, എറണാകുളം തന്നെയാണ്. ഞാൻ തൂങ്ങി മരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതും ഒരു ഡയറക്ടർ കൂടെ തന്നെ ആയിരുന്നു. ഡയറക്ടർ പ്രൊഡ്യൂസർ എന്തൊക്കെ ആയിരുന്നു, ആ പുള്ളിയും ഡയറക്ടറായിരുന്നു. അതിൽ ആ പുള്ളി ഇവരും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നതൊക്കെ. അയാൾക്കും വേറെ ഫാമിലി ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതാണ് ഈ പെണ്ണുങ്ങൾ പോയി അവരോട് ജീവിച്ചതും. ഇപ്പോൾ ഇതും ഇങ്ങനെ കേൾക്കുന്നു. എനിവേ ഈ ലോകം വെറും മോശപ്പെട്ട രീതിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒത്തിരി കല്യാണം കഴിക്കാത്ത ആൺകുട്ടികളൊക്കെ ഉണ്ട്. അവർക്കും ഒരു ജീവിതമാകാം ഈ സ്ത്രീകളൊക്കെ വിചാരിച്ചാൽ. ഈ കല്യാണം കഴിച്ച ആണുങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് ഒരു അവിഹിതത്തിന് പോകുന്നതും ഭയങ്കര മോശപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം നമ്മൾ എത്ര കാലം ഒളിച്ചു വെച്ചാൽ അത് ഒന്നില്ലെങ്കിൽ ഒരു സമയത്ത് അത് പുറത്ത് വരും. ആ രീതിയിലാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരിയുടെ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു ബിഗ് ബോസിൽ വന്ന സമയത്ത് എനിക്ക് അവരെക്കുറിച്ചും അവരുടെ സീരിയൽ കാണുന്ന സമയത്തും ഒരു നല്ലൊരു സ്ത്രീ എന്നുള്ളൊരു എന്താ പറയുക ഒരു സ്ത്രീ എന്നുള്ള രീതിയിലൊരു ബഹുമാനമൊക്കെ എനിക്ക് ഇവരോട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 ദിവസമുള്ള യൂട്യൂബിലുള്ള ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ പോയി. കാരണം അവിഹിതം. കാരണം ഇവർ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇവർക്ക് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ട് ഇവർ ഏതോ ഒരു പുറത്തുള്ള ഏതൊരു വ്യക്തിയുടെ ഭയങ്കര സ്നേഹത്തിലാണെന്നോ അങ്ങനെയൊക്കെ ഞാൻ പല ന്യൂസിലും ഇവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എനിവേ അങ്ങനെ എന്തോ ആ ഒരു സ്നേഹബന്ധം തകർന്നതിൻ്റെ പുറത്താണ് ഇവരിങ്ങനെ നിൽക്കുന്നതെന്നൊക്കെയാണ് ഞാൻ കേട്ടറിഞ്ഞത്. സത്യാവസ്ഥ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഈ പുള്ളിയുടെ വൈഫ് തന്നെയാണ് വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അന്നേരം ഒന്ന് കല്ല് കടിക്കാതെ എന്തായാലും പറയത്തില്ല. ഇനി എന്തിരുന്നാലും ആ പുള്ളിക്കാരി ചെയ്ത തെറ്റ് തന്നെയാണ്, പറയാതെ വയ്യ. കാരണം മക്കളും പിന്നെ ഇങ്ങനെ വൈഫൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ചെന്ന് ഇങ്ങനൊരു റിലേഷൻ ആവുക എന്ന് വെച്ചാൽ അത് മോശപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇങ്ങനെ
പല സ്ത്രീകളും, മരിച്ച സ്ത്രീകളിലും എനിക്ക് പറയാനുള്ളത്, അവർക്കും ഇങ്ങനെ പാർട്ട്ണർ ഉണ്ടായിരുന്നവരെല്ലാവരും കല്യാണം കഴിച്ചവർ തന്നെയായിരുന്നു. പക്ഷെ അതും മോശപ്പെട്ടതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കൊരു കുടുംബമുണ്ട്. പോയപ്പോൾ അത് ആ മരിച്ച സ്ത്രീക്ക് ഒരു കുട്ടിയുമുണ്ട്. അതിന് അവരുടെയും ഹസ്ബൻഡ് തമ്മിൽ എന്തോ ഇഷ്യൂസായി പിരിഞ്ഞവരാണ്. ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. എല്ലാവരും എല്ലാവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുക, സ്വന്തം മക്കൾക്ക് വേണ്ടി ആരും ജീവിക്കില്ല. അതാണ് ഇപ്പോഴത്തെ കാലം. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഓരോ കാലഘട്ടത്തിലെ ഓരോ മനുഷ്യർ സ്വന്തം സുഖവും സന്തോഷവും മാത്രമാണ്. കാരണം വേറെയുള്ളവർക്ക് എന്താണെങ്കിലും വേറെയുള്ളവർ ദ്രോഹിക്കാൻ ഏത് രീതിയിലാണെന്ന് പോലും ആലോചിച്ച് ആ ഒരു കുടുംബം, ഇപ്പോൾ സീരിയൽ വർക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ കാണിക്കുന്നതെങ്കിൽ അത് മോശപ്പെട്ട രീതിയാണ്. ഒരാൾ കാണിക്കുന്ന എല്ലാവർക്കും കൂടെ ഒരു പേരാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ എല്ലാവർക്കും കൂടെ പേരാണ്. അത് ചില സ്ത്രീകളുണ്ട്. കാരണം എന്താ പറയുക, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് എന്തും അങ്ങോട്ട് കാണിച്ചിറങ്ങുന്ന ചില സ്ത്രീകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അത് സ്ത്രീകൾക്ക് തന്നെ ഒരു അപമാനമെന്ന് തന്നെ പറയാം, ഉള്ള സത്യം പറയണം. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള. അന്നേരം ഇവരൊന്നും ഒരിക്കലും ഒരു നല്ല രീതിയിൽ ശരിയാകുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ശരിയാകില്ല. കാരണം നമ്മൾ എന്താ കുറേ പിന്നെ പുട്ടിയെ അടിച്ച് ലിപ്സ്റ്റിക്കും അടിച്ച് ഇല്ലെങ്കിൽ ഓടാത്ത സാരി ഉടുത്ത് ബോഡി ഇതും കാണിച്ച് നടന്നെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ആവണമെന്നില്ല. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു നിലയും വിലയും ആ ഒരു പദത്തിൻ്റെ ഒരു അർത്ഥമുണ്ട്. അതെപ്പോഴും കാത്തു സൂക്ഷിക്കുക. കാരണം ഇവരെക്കുറിച്ച് അറിയുമ്പോൾ ശരിക്കും അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നോ ഇവരൊന്ന് ചിന്തിച്ചു പോയി. കാരണം മനുഷ്യർക്കെന്ന് വെച്ചാൽ മരിക്കും കാലം ഒരു ക്ലീൻ ഇമേജായിട്ട് മരിക്കണം, ഇല്ലെങ്കിൽ ആ ഒരു രീതി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. ഏത് വ്യക്തികളായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. കാരണം അയാൾക്ക് വൈഫുണ്ട്, കുട്ടികളുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടും ആ ഒരു സീരിയലിന് ജീവിക്കുക, ആ ഒരു ക്യാരക്ടറിൻ്റെ ഇത് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു വ്യക്തിനെ ലൈഫിലോട്ട് ഏറ്റെടുക്കുക, അതൊക്കെ അതൊരു മോശം ആറ്റിറ്റ്യൂഡെന്ന് തന്നെ പറയാം. ഇനി നമ്മളെത്ര ചിരിച്ച് കാണിച്ചാലും, ഇനി നമ്മളെത്ര ഈ ഒരു കിട്ടിയൊരു പേരും ആ ഒരു നടിക്കിന് ഈ ജന്മത്ത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതങ്ങനെയാണ്. കാരണം ഒരു മനുഷ്യർക്ക് ഒരു ക്ലീൻ ഇമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ സൂക്ഷിച്ച് വെക്കണം, അത് മാറാതിരിക്കാൻ. അല്ലാതെ വേറുള്ളവർക്ക് കൊണ്ടുവന്നൊരു പരിഹാസപാത്രമായി നിൽക്കരുതായിരുന്നു. കാരണം നടി ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു ഫോട്ടോ സഹിതമാണ് ആ വ്യക്തിയുടെ ഇട്ടിരിക്കുന്നത് തന്നെ. അങ്ങനെയാണ് ഞാനിത് ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ഞാൻ പല വീഡിയോകൾ ഇങ്ങനെ കാണുന്നു. അയ്യോ ദൈവമേ ഇതെന്താ ഇങ്ങനെ, ഇവരെക്കുറിച്ചൊക്കെ ഇങ്ങനത്തെ മോശമായ രീതികൾ പറയുന്ന ആൾക്കാർ എന്ന് നോക്കിയപ്പോഴാണ് ആ വ്യക്തിയുടെ വൈഫ് തന്നെയാണ് ഇവരെക്കുറിച്ചുള്ള ഇത്രയും മോശമായ രീതികളിൽ ഇവരിങ്ങനെ ആയിരുന്നു എന്ന് വ്യക്തമായി പറയുന്നത്. കാരണം അവർക്ക് എത്രത്തോളം പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. 2 കുട്ടികളുണ്ട്, ഇനിയിപ്പോൾ ഭർത്താവ് മരിച്ചുപോയി. അന്നേരം ഞാൻ ചോദിക്കുന്നത് ഇതൊന്നുമല്ല, ഇതൊക്കെ കണ്ടിട്ട് സ്ത്രീകൾ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? കാരണം ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ്, ഇങ്ങനെ പുതുമോടി കാണുന്ന പെണ്ണുങ്ങളുടെ പിറകെ അങ്ങ് പോകും. സ്വന്തം ഭാര്യ എന്താണെന്നോ അല്ലെങ്കിൽ കുട്ടികളുണ്ടെന്നോ ഒന്നും ചിന്തിക്കത്തില്ല. ചില ആണുങ്ങൾക്ക് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുണ്ട്. ശരിക്കും നിങ്ങളത് ചെയ്യുന്നത് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്, നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന തെറ്റാണ്. നിങ്ങളെ വിശ്വസിച്ച് ഇങ്ങോട്ട് കൂടെ ഇറങ്ങി വന്ന പെണ്ണിനോട് കാണിക്കുന്ന ക്രൂരതയാണ് ഒക്കെ തന്നെ പറയാം. അല്ലാതെ ഇതിനൊരിക്കലും സപ്പോർട്ട് ചെയ്ത് നിൽക്കാറൊന്നുമില്ല. പ്രേമിക്കാം, അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. കാരണം മക്കളും ഇതൊക്കെ ഉള്ള ഒരാൾക്കാരെ പോയി പ്രേമിച്ചിട്ട് ലൈഫിൽ എന്ത് നേടാനാണ്? കാരണം ഇല്ലെങ്കിൽ അവർ ഡിവോഴ്സായ ഒരു പേഴ്സൺ ആയിരിക്കണം. അല്ലാത്ത ഒരാളെ ചെന്ന് പ്രേമിച്ചിട്ട് അവരെ കുടുംബവും തകർത്ത് മക്കളുടെ ജീവിതവും തകർത്ത് ഇവരെയും തകർത്ത് അയാളെയും തകർത്ത് വൈഫിനെയും തകർത്തിട്ട് ഇവരെന്താ നേടിയത്? ഇപ്പോൾ ഇവർ ഇത്രയും നാൾ നമ്മുടെ മുമ്പിൽ കാണിച്ച ഇമേജും ഇതും എല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടില്ല. അവരെക്കുറിച്ചുള്ള ഈ ബാഡ് വാർത്തകൾ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇവരെന്തായിരുന്നു എന്ന്. തീർച്ചയായിട്ടും മനസ്സിലായി. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. കാരണം എല്ലായിടത്തും സെലിബ്രിറ്റി സ്റ്റാറ്റസ് നല്ല തന്നെയാണ്, പക്ഷേ അതിന് വേണ്ടിയിട്ട് വേറെയുള്ള പ്രവൃത്തികളിലേക്ക് പോകാതിരിക്കുക. ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു വലുത് തന്നെയാണ്, ഇപ്പോൾ സമൂഹത്തിൽ വലിയ രീതിയിൽ അറിയപ്പെടുന്നതൊക്കെ എല്ലാം നല്ലതാണ്. പക്ഷേ അത് മോഹിച്ച് വേറൊരുത്തൻ്റെ കുടുംബം നശിപ്പിക്കാതിരിക്കുക. ഉറപ്പായിട്ടും പറയാം. കാരണം ഇവർക്ക് ആർട്ടിസ്റ്റാണ്, അവർക്ക് അഭിനയിക്കാനുള്ള നല്ല കഴിവുണ്ട്, എല്ലാം ഉണ്ട്, സൗന്ദര്യമുണ്ട്, ആവശ്യത്തിന് എല്ലാം ദൈവം വാരി കോരി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് വേറൊരുത്തരുടെ കുടുംബം ചെന്ന് നശിപ്പിച്ചത് അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയെന്ന് പറയാം. കാരണം ഇവർ കല്യാണം കഴിച്ച് ഇവരെ ഭർത്താവ് ഇവരോട് ഇങ്ങനെ ചെയ്താൽ ഇവർ സഹിക്കുമോ? ഒരിക്കലും സഹിക്കില്ല. അന്നേരം അതെപ്പോഴും നമ്മൾ ആലോചിക്കുക. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പം നമ്മൾക്ക് നാളെ അതെങ്ങനെ തിരിച്ചു വന്നാൽ എങ്ങനെ നമുക്കത് എത്ര എഫക്റ്റ് ചെയ്യും നമ്മളെപ്പോഴും ചിന്തിക്കുക. അതൊന്നും ചിന്തിക്കാതെ ഇങ്ങനെയൊക്കെ എടുത്ത് ചാടി ഇന്നിപ്പോൾ അവർ ഇത്രയും വന്ന് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച് ഇതെല്ലാം ഒരു വഴി നാറിയ കേസായില്ലേ? നിങ്ങളിനി എത്ര പുട്ടിട്ട് നടന്നാലും ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ ആൾക്കാരിങ്ങനെ പറതേ പോന്ന് ആ സാധനം എന്ന് പറയത്തില്ല. അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ജീവിതം കുറച്ച് സമയങ്ങളുള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതെ
സങ്കടപ്പെടുത്താതെയും ജീവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുക. അപ്പോൾ എനിക്കിതാണ് കേസ് പറയാനുള്ളത്. കാരണം സീരിയലും സെലിബ്രിറ്റി സ്റ്റാറ്റസും സിനിമ എല്ലാം നല്ലതാണ്. പക്ഷെ വേറുള്ള ഒരു സ്ത്രീയുടെ കുടുംബം കലക്കാൻ വേണ്ടിയിട്ടും ആ മക്കളെ അനാഥമാക്കാൻ വേണ്ടിയിട്ടാവരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കും. പിന്നെ അതേ ഈ ഫ്ലാറ്റിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, അതാണ് ഈ സൗണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.